ഹലോ ഫ്രണ്ട്സ്, അമ്മാനി പൊന്നു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്സാണ് അധികവും ചെയ്യാറുള്ളത്. ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് തുടങ്ങണം. എല്ലാത്തിനും ടൈം മുമ്പ് തന്നെ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വിളയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിക്കുട്ടി, അതായത് അനിയൻ്റെ വൈഫ് നാത്തുൻകുട്ടി, അവൾ ചെറുതായിട്ടൊന്ന് ബാത്റൂമിൽ വീണുണ്ടായിരുന്നു. അപ്പോൾ കാലിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചത്തോളം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ അച്ഛയും അമ്മയും വന്ന സമയത്ത് പിന്നെ അവൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഒരു 10-15 ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ. അവളെ വീട് ചേറൂരാണ്, വേങ്ങര ഭാഗം ചേറൂരിലാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലോങ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ എന്നാൽ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അമ്മാനി പോന്നിട്ടില്ല. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും പിന്നെ അതുപോലെ അനിയനും പിന്നെ അനിയത്തി ഓളവിടെ ഹാജിർ പഠിക്കുമെന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് ഓളവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോവാൻ എല്ലാവരും മാറ്റി ഒരുങ്ങി അച്ഛൻ്റെ ചായക്കടയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും പോവാൻ റെഡിയായിട്ട് നിൽക്കണം കേട്ടോ. ഇപ്പം നമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ നിൽക്കുന്നത്. അവിടെ അതാ അച്ഛന് ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ആ ചായക്കടയിലേക്കുള്ള കടികൾ, ഉള്ളിവട, പഴംപൊരി, അതുപോലെ തന്നെ ബോട്ടി, ചിക്കൻ പാർട്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇവിടെ വേറൊരു അടുപ്പുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ആ അടുപ്പ് പൊളിഞ്ഞ് ചാടി. അതായത് വലിയൊരു ഉറപ്പൊന്നും ഇല്ലാതെ വെയിലല്ലേ, അപ്പോൾ മഴയൊന്നും പെയ്യണ ഒരു ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത് അച്ഛൻ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിലെ അടുപ്പിൽ ഉണ്ടാക്കാം, പക്ഷേ ഒന്നുമല്ല, കുറേ വിറക് വേണം. അത് കുറച്ച് വീതിയിൽ അടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ വിറകും കൊള്ളിയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത്. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും ഇതാ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കിയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിരുന്നു കേട്ടോ. പിന്നെ ഈ അടുപ്പ് മണ്ണൊക്കെ ഇതായതല്ലേ, അപ്പോൾ ഉണങ്ങിനോ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഋതിക്കുട്ടി ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ പണികൾ തീർക്കാണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പുളിമരത്തിലെ പൂവാണ് കേട്ടോ ഷീറ്റിലൊക്കെ വീണ് കിടക്കണത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ഓലയൊക്കെ ഇടാണ്ട്. പിന്നെ അതാ ഫുള്ള് നെറ്റ് കെട്ടിയതാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യാണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് ഇനി ഞങ്ങളും മിന്നുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പോൾ ഞാനും അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോരുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൊള്ളും എന്നുള്ള പ്രതീക്ഷയിലുള്ള പോക്കാട്ടോ. കാരണം കുട്ടികളും മക്കളും ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അനിയനും അച്ഛനും ഫ്രണ്ടിൽ കയറി, അമ്മയുണ്ടെങ്കിൽ ഞാനും ഋതിക്കുട്ടിയും ഋതുവും ബാക്കിലിരിക്കും. പിന്നെ അമ്പിളിയും കുട്ടികളും കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മിന്നുവിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഒരു മലേൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ അങ്ങാടിക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പോണ സമയത്ത് എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൊണ്ടോട്ടിയിൽ നിന്നോ കീശേരിയിൽ നിന്നൊക്കെ വാങ്ങാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അമ്മയും അച്ഛയും ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. ഋതിക്കുട്ടിക്ക് എന്താ അറിയില്ല, അവൾക്ക് കാറിൽ കയറിയാളൊരു പ്രശ്നമാണ്. ഭയങ്കര തലയ്ക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ അനിയത്തി ഇതാ ഹാജിർ പടി കാത്തുക്കുണ്ടായിരുന്നു. അപ്പോൾ ഓള് കയറി ഇതാ സുന്ദരിക്കുട്ടി അമ്മിണിക്കുട്ടീനെയൊക്കെ എടുത്ത് അച്ഛൻ്റെ മടിയിലാണ്. അങ്ങനെ മക്കളെല്ലാവരും ഇപ്പോൾ ഋതിക്ക് ഭയങ്കര സന്തോഷമായി റിച്ചുവിനെ കണ്ടപ്പോൾ കേട്ടോ. അങ്ങനെയാണല്ലോ അല്ലേ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഓൽക്ക് കളിക്കാനുള്ള ആ ഒരു ഇത് വരികയാണല്ലോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല, വണ്ടിയിൽ നിന്നായാലും അങ്ങനെയാണ്. ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അനിയൻ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ ഓരോ തമാശയും കാര്യങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതിൽ മിന്നും 2 മരുക്കളും ഇല്ലയെന്ന് മാത്രം. പക്ഷെ ഞങ്ങളെന്നാലും ഇങ്ങനെ ഇപ്പോൾ രസമായിട്ട് പോവുകയാണ്. ഓരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു രസമാവും. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയൊക്കെ ആയിട്ട് പോവലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് കുന്നുംപുറമൊക്കെ കറക്റ്റ് സ്ഥലം ഒക്കെ അറിയില്ല, ഈ ഭാഗമൊക്കെ വലിയൊരു ഐഡിയ അല്ല. കുന്നുംപുറം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഫ്രൂട്ട്സ്
റോഡ് സൈഡിലാണ്. അപ്പോൾ നല്ല ഫ്രഷാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാവൽപ്പഴം കണ്ടപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. ഞാവൽപ്പഴം ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാ നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. നല്ല ഞാവൽപ്പഴം, അതുപോലെ റംബൂട്ടാൻ, പിന്നെ മാംഗോസ്റ്റിന് കുറച്ച് ഒരു വാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് മാത്രം കണ്ടിട്ട് പിന്നെ ഇതാ പ്ലംസ്, മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ കുറേ വാങ്ങണുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാനുള്ളത് അച്ഛൻ വേറെ വാങ്ങി വെക്കുന്നുണ്ട്. മിന്നുവിൻ്റെ വീട്ടിലേക്കുള്ളത് അത് വേറെ ആയിട്ട് വാങ്ങാൻ കേട്ടോ. അല്ലെങ്കിൽ മക്കൾ ഫുള്ള് തിന്ന് തീർക്കും കേട്ടോ വണ്ടിയിൽ നിന്ന്. അങ്ങനെ ഇതാ ഇതൊക്കെ വാങ്ങി ഒന്ന് കഴുകിയിട്ട് തിന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചധികം വാങ്ങി കേട്ടോ. പിന്നെ ഞാവൽപ്പഴം, ഋതിക്കുട്ടിക്ക് ഞാവൽപ്പഴം അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഓൾക്ക് മാംഗോസ്റ്റിനും അതുപോലെ തന്നെ റംബൂട്ടാനൊക്കെയാണ് ഇഷ്ടമായത്. പിന്നെ ഇതാ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെ ആ ഫ്രൂട്ട്സിൻ്റെ തൊട്ട സൈഡിൽ ഒരു തൊടിയുണ്ട് കേട്ടോ. അവിടെ ഇതാ നിറച്ച് റംബൂട്ടാൻ്റെ തോട്ടാണേ. അപ്പോൾ ആ റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അമ്പിളിന്ന് 2 എണ്ണം പറിച്ചിട്ടുണ്ടേ. അപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നാടനാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ ഇങ്ങനെ കുറേ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിലത്തേക്ക് വീഴാണ്ട് അതിൻ്റെ താഴെ ചെറിയൊരു തോട് പോലെയാണ്. നിലത്തേക്ക് വീഴാണ്ട് വെച്ചിട്ട് ഒരു നെറ്റ് കെട്ടീന്. ഇതാ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ റംബൂട്ടാൻ്റെ മരങ്ങളപ്പോൾ അച്ഛൻ മറിഞ്ഞ് മതി എല്ലാവരും പോരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിക്കുകയാണ് കേട്ടോ. റംബൂട്ടാൻ കിട്ടിയാൽ പിന്നെ അറിയാലോ അല്ലേ, മക്കളായാലും ഇമ്പളായാലും ഒക്കെ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം മിന്നുവിൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ എത്താനായി. ഓളെ വീടും നിൽക്കുന്നത് ഒരു കോറി ഭാഗങ്ങളാണ്, പിന്നെ മലേൻ്റെ സൈഡാണ്. നല്ല രസമാണ് കേട്ടോ ആ ഒരു ഭാഗം കാണാൻ. കുറച്ച് ലോങ് ഉണ്ട് എന്ന് മാത്രം. കാരണം നമ്മൾക്ക് വണ്ടിയിൽ പോയാൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ പോയി പോരാൻ ഭയങ്കര ഗതികേടാവും കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ മിന്നുവിൻ്റെ വീടിൻ്റെ സൈഡിലെത്തി. കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പിന്നെ അച്ഛനും അമ്മയും പിന്നെ അതിൻ്റെ ഇടയിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്പിളിയൊന്നും പോരാത്തത്. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ പിന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അച്ഛൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുക. അതിന് ഓരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് വാങ്ങിയതുകൊണ്ട് ഒക്കെ ചെറിയ ചെറിയ കവറിലായിട്ടാണ്. അപ്പോൾ അച്ഛൻ സെപ്പറേറ്റ് ഒരു വലിയ കവർ വാങ്ങിയിരുന്നു. എന്നിട്ട് ഒക്കെ ഇതാ ഒരു കവർക്ക് മാറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എന്തൊക്കെയോ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ബാഗിലാണ് കേട്ടോ വെച്ചത്. അങ്ങനെ അച്ഛൻ അതൊക്കെ ബാഗിൽ നിന്ന് എടുത്ത് ഫുള്ള് നേരെ കവർക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ മിന്നുവിൻ്റെ വീട്ടിൻ്റെ ബാക്കിലൂടെ പോണത്. കാരണം വണ്ടി ഫ്രണ്ടിൽ വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെച്ചതാണ് കേട്ടോ. ഞങ്ങൾ വരുന്നത് അറിയില്ലേന്ന് കേട്ടോ ഫസ്റ്റ്. പിന്നെ ഋതിക്കുട്ടി മിന്നു വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് മിന്നു ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പോലെ അടുക്കള ഭാഗത്ത് കൂടി ആയിട്ട് കയറുന്ന സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇതാ മിന്നു ആണ് കേട്ടോ അത്. പിന്നെ അവളെ അനിയത്തി അന്നു, അച്ചമ്മ, പിന്നെ അപ്പോഴത്തേനും അച്ഛനും ഉണ്ണിയൊക്കെ ഇവിടെ സെറ്റായി ഇരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, മഴയൊക്കെ പെയ്തുകൊണ്ടാണ്. പിന്നെ കാട് ഭാഗങ്ങളായതുകൊണ്ട് നല്ല രസം. അപ്പോഴത്തേനും ഇതാ റംബൂട്ടാനൊക്കെ വണ്ടിയിൽ നിന്ന് ഒരു ലോഡ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ തന്നെ ചെറിയൊരു മരമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ മാമനും കുട്ടികളും. അങ്ങനെ ഇതാ അമ്മ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാലിനൊക്കെ സുഖമായിരുന്നു. പ്ലാസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിക്കുക. പഴം പുഴുങ്ങിയതും പച്ചപ്പഴവും ഒക്കെ, പച്ചപ്പഴമല്ല കേട്ടോ, പഴുത്ത പഴം തന്നെയാണ്, പുഴുങ്ങിയതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ ഇതാട്ടോ, ഇത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് അമ്മേൻ്റെ കയ്യിലിരിക്കണമല്ല കേട്ടോ. അവിടെ കണ്ടോ നിങ്ങൾ, അച്ഛൻ നന്നാക്കണത് അത് മിന്നുവിൻ്റെ അച്ഛയാണ് കേട്ടോ. അപ്പോൾ അച്ഛയും അച്ഛമ്മയും കൂടിയാണ്. ഈന്താണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈന്തും പിടിയൊക്കെ ഉണ്ടാക്കൂലേ, ചിക്കനൊക്കെ ഇട്ട് വെക്കണേ, അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറിക്കാൻ പോയതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഒരു നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ മുളക് ഇട്ടാൽ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്, പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചതുണ്ട്, പയറുപ്പേരി, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ച്, കൂടാതെ ഇതാ കോരമീൻ്റെ കറി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഒരു മയക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ മിന്നുവിൻ്റെ വീട്ടിലത്തെ ഒരു വിശേഷം. ഓക്കേ.